നല്ല പടം. ഒരു വെറൈറ്റി സബ്ജക്റ്റാണ്. നല്ലൊരു എന്താ പറയുക, അർജുൻ അശ്വനൊക്കെ നല്ല പെർഫോമൻസ്. അനശ്വര ഒരു സൂപ്പറായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. അടിപൊളി പടം, ഭയങ്കര സസ്പെൻസ് ആയിരുന്നു. അനശ്വരരാജനും പിന്നെ നമ്മുടെ അർജുൻ അശോകനൊക്കെ ചെയ്തേക്കുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. അച്ഛൻ പോകുന്നതേ ഇതിനേക്കാളും വലിയ സെൻട്രയിലേക്കാ. വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ വന്നതാണ്. ബട്ട് പ്രതീക്ഷയ്ക്കപ്പുറം നല്ലൊരു മൂവിയായിട്ട് അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഒരു പുണ്യാളം എന്നൊക്കെ പറയില്ലേ, അതുപോലെ കുഴപ്പമില്ല, കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഒന്ന് കേറിയില്ല, അതിനു മുമ്പ് തുടങ്ങി ഒളിഞ്ഞോട്ടം. എന്തൊക്കെ ചെയ്യണേ കപ്പ്യാർക്ക്. പടം ഒരു കുറ്റവും പറയാനില്ല. പടം അനശ്വര രാജന്റെ വെടിക്കെട്ട് പെർഫോമൻസ് ആയിരുന്നു. നല്ലൊരു എന്റർടൈനറാണ്. നമ്മുടെ അർജുന അശോകനെ തകർത്തുണ്ട്. സെക്കൻഡ് ഹാഫിൽ അർജുന അശോക വരുന്ന, പിന്നെ ബാലു വർഗീസ് എല്ലാം നനഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല പടമായിരുന്നു. കോമഡീസ് ഒക്കെ അർജുന അശോകനുണ്ട്. പെണ്ണിന്റെ മുടിയാ ഇങ്ങോട്ടൊരാൾ കേറിയിട്ടുണ്ട്. അച്ഛൻ ഒരു പെങ്കൊച്ചാണ്. ഒളിച്ചോടിയതാ. പടം നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഒരു ഫാമിലി ആയിട്ട് കണ്ടിറങ്ങാൻ പറ്റുന്ന, പ്ലസന്റ് ആയിട്ട് കണ്ടിറങ്ങാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എടുത്തു പറയാ, എനിക്ക് ഇഷ്ടമുള്ളത് അനശ്വരയുടെയും അർജുന്റെ പെർഫോമൻസ് ആണ്. എങ്കിൽ പിന്നൊന്നും സംശയിക്കാനില്ല, ഇത് ഗർഭം തന്നെ. സത്യം പറ, നീ ഗർഭിണിയല്ലേ? നല്ല കാപ്റ്റിവേറ്റിംഗ് മൂവിയായിരുന്നു, ത്രില്ലറായിരുന്നു. ചെറിയ ചെറിയ കോമഡീസ് ഉണ്ട്, നന്നായിരുന്നു. അത് കോമഡി ത്രില്ലർ പടം. ബാലു വർഗീസിന്റെ റോളൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ ആദ്യത്തെ കോമഡി സിനിമയായിരിക്കും. അതെ അതെ. പിന്നെ ക്ലൈമാക്സിലെ ട്വിസ്റ്റൊക്കെ അത്യാവശ്യം വർക്കൗട്ട് ആയിരുന്നു. ഞാൻ അറിഞ്ഞ് തന്റെ വീരസാഹസിക കൃത്യങ്ങളൊക്കെ കൊന്ന് കൊക്കയിലെറിയും ഞാൻ. ഇൻട്രോയിൽ വരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഡ്രാഗിങ് തോന്നി, എന്നാലും നന്നായിട്ടുണ്ട്. കോംബോ സീൻസ് ഒക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്, എല്ലാവരും നന്നായി. ഒരു വൺ ടൈം വാച്ച്, ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു പടം. ഫാമിലി ആയിട്ട് വന്നാൽ ചിരിക്കാനും എല്ലാം ഉണ്ട്. നല്ലൊരു സിനിമ കേട്ടോ, കുഴപ്പമില്ല. നടക്കും നടക്കട്ടുമേ ഇരുട്ടിന് നീതി മറയറ്റുമേ.